ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2301. ഇന്ന് ഏപ്രിൽ മാസം 19-ാം തീയതി 109-ാമത്തെ ദിവസത്തിലെത്തി. സത്യത്തില് ഈ ഞായറാഴ്ചയുടെ വേദഭാഗം വായിക്കുമ്പോൾ സന്തോഷമാണ് ഉണ്ടാകേണ്ടത്, ശരിക്കും ആനന്ദം. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ അവസാന അധ്യായമാണ്. അവിടെ സുവിശേഷകൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് ഇത് 3-ാം തവണയാണ്. ആ 3-ാം തവണത്തെ വരവ് ശരിക്കും ഒരു ആഘോഷിക്കേണ്ടതാണ്, ആനന്ദിക്കേണ്ടതാണ്. വീണ്ടും വീണ്ടും താൻ ഉയർത്തെഴുന്നേറ്റുവെന്ന് അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ക്രിസ്തു യേശു. പക്ഷേ എന്തുകൊണ്ടോ ഈ ഒരു വേദഭാഗം ഭയങ്കര സങ്കടമാണ് തരുന്നത്. സങ്കടം മാത്രമല്ല, ഒരു പരാജയ ഭീതിയാണ്. പരാജയ ഭീതിയല്ല, പരാജയത്തിന്റെ ഓർമ്മ, പിന്നെ അളക്കാനാവാത്ത ലജ്ജയും ആത്മനിന്ദയും ഒക്കെയാണ്. എന്താണ് ഈ ഒരു വേദഭാഗത്തിന്റെ പോരായ്മയും പ്രശ്നവും? വേദഭാഗത്തിന്റെ പോരായ്മയും പ്രശ്നവുമല്ല, അത് വായിക്കേണ്ടി വരുന്ന, അത് കേൾക്കേണ്ടി വരുന്ന, അതിലൂടെ കടന്നു പോകേണ്ടി വരുന്ന എൻ്റെ പോരായ്മയും എന്നിലെ കുറവുമൊക്കെ തന്നെയാണ് ഈ ആത്മഭാരത്തിൻ്റെയും ആത്മനിന്ദയുടെയും അതികഠിനമായ ലജ്ജയുടെയും ഒക്കെ കാരണം. വേറൊന്നുമല്ല, മടങ്ങിപ്പോകാനായിട്ട് എല്ലാവരും ഒരുങ്ങിയിരിക്കുകയായിരുന്നു. എങ്ങോട്ടാണ്? അവരവരുടെ പഴയ ജീവിതത്തിലേക്ക്. ആരെങ്കിലും ഒന്ന് ക്ഷണിച്ചാൽ മതിയായിരുന്നു. എല്ലാ ഇടങ്ങളിലും ഇങ്ങനെ ആരൊക്കെയോ ഒപ്പമുള്ളവരെ വിളിക്കുന്നുണ്ട്. എങ്ങോട്ടാണെന്ന് പോലും ഓർക്കാതെയും നോക്കാതെയും ഓരോരുത്തരും ഇറങ്ങിപ്പോകാനും ഇങ്ങനെ തിടുക്കത്തോടെ കാത്തിരിക്കുകയാണ്. ഒരു വിളി വന്നാൽ മതി. എൻ്റെയും ജീവിതത്തിലെ പല ഇറങ്ങിപ്പോക്കുകളും ഇത്തരം ചില വിളികളുടെ ഫലവുമായിരുന്നു. കുറെ കൂടി ജാഗ്രതയിൽ ജീവിപ്പാനായിട്ട് പഠിക്കാഞ്ഞത് എന്താണ്? പരിശീലിക്കാഞ്ഞത് എന്താണ്? കുറെ കൂടി ജാഗ്രതയിൽ, കുറെ കൂടി ധ്യാനത്തിൽ ജീവിപ്പാനായിട്ട് എന്തുകൊണ്ട് കഴിയുന്നില്ല? പന്തിരുവരെ ഉദ്ദേശിച്ചാണ് ഈ ചോദ്യം ചോദിച്ചാൽ ഇനി അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നിട്ട് എന്താണ് കാര്യം? ഇന്നത്തെ എന്നെയാണ് ക്രിസ്തുവിന്റെ ശിഷ്യനായിട്ട് ഗണിക്കേണ്ട പ്രഥമയാണ്. എനിക്കെന്താ സംഭവിച്ചത്? കുറെ കൂടി ധ്യാനവും ജാഗ്രതയുമാകായിരുന്നു, കുറെ കൂടി ജ്ഞാനവുമാകായിരുന്നു. ഈ മൂന്നിൻ്റെയും ഒരു അഭാവമാണ് എൻ്റെ വഴികളെയൊക്കെ പിന്നോട്ടടിക്കുന്നത്. മടങ്ങിപ്പോകുന്ന കൂട്ടത്തിൽ പ്രമുഖരായ 7 പേരുണ്ടായിരുന്നു, പത്രോസ് ഉൾപ്പെടെ. അത് നമുക്കൊരു ലൈസൻസ് അല്ല കേട്ടോ, മറിച്ചൊരു മുന്നറിയിപ്പാണ്, വലിയൊരു അപകട മുന്നറിയിപ്പ്. ആമേൻ.